സഈദ് ഇബ്നു ആമിർ അൽ-ജുമഹി റളിയല്ലാഹു അൻഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഹിംസിലെ ഗവർണറായ വലിയ ഭരണാധികാരി, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഇഷ്ടം നൽകിയ സ്വഹാബി. ആ സ്വഹാബി വര്യൻ ഹിംസിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹിംസിൽപ്പെട്ട കുറെ ആളുകൾ മദീനയിൽ വന്നു ഖലീഫയെ കാണാൻ വേണ്ടി. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടെ കുറച്ച് പണം വന്നിട്ടുണ്ട്, സമ്പത്ത് കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ നാട്ടിലെ സാധുക്കളെ പേരൊന്ന് എഴുതി തരണം, എന്നാ പിന്നെ അതിന്റെ കണക്കനുസരിച്ച് നിങ്ങൾക്ക് തരാലോ. അവര് പറഞ്ഞു, ഞങ്ങൾ കുറച്ചു നേരം ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ എഴുതി തരാം. ഒരു ലിസ്റ്റ് എടുത്ത് പേരൊക്കെ കുറച്ച് എഴുതി കുറെ പേരുകൾ എഴുതി കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു ആ പേര് ഇങ്ങനെ വായിച്ച് ഓരോന്നും വായിച്ചിട്ട് അതിന്റെ അവസാനമുണ്ട് ഒരു പേര്, സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ഈ പേര് ഏതാണെന്ന് ചോദിച്ചു റളിയല്ലാഹു അൻഹു. അത് ഞങ്ങളെ ഗവർണറുടെ പേരാണെന്ന് പറഞ്ഞു. നിങ്ങളെ ഗവർണർ ഫക്കീറന്മാരിൽപ്പെട്ട ആളാണോ? അതെ. ഞങ്ങളെ ഗവർണർക്ക് നിങ്ങൾ നൽകിയ സൗകര്യങ്ങളില്ലേ, ആ സൗകര്യങ്ങളിൽ ഓരോന്നും ആവശ്യക്കാർക്ക് കൊടുത്തുപോയി. ഇപ്പോൾ ജീവിക്കുന്നത് പരിമിതമായ സൗകര്യങ്ങളിലാണ്. ഞങ്ങളെ നാട്ടിലെ ഫക്കീറന്മാരുടെ പട്ടികയിലാണ് ഞങ്ങളെ ഗവർണർ ഉള്ളത്. സുബ്ഹാനല്ലാഹ്. സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന സ്വഹാബിമാരിൽ പ്രമുഖനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു സ്വഹാബിമാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം കൊണ്ട് സന്തോഷം നൽകിയിട്ടുണ്ട്. അല്ലാഹു പൊരുത്തപ്പെട്ടവരല്ലേ സ്വഹാബിമാർ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് ഖുർആനിലൂടെ പഠിപ്പിച്ചവരല്ലേ. ആ പൊരുത്തത്തിനെക്കാളും വലുത് മറ്റൊന്നവർക്കില്ലല്ലോ. ദുനിയാവിൽ ഗവർണർ സ്ഥാനമെന്ന ഭരണം കിട്ടിയപ്പോൾ ഗവർണറുടെ ലെവലിലുള്ള നല്ലൊരു വീട് നൽകിയിരുന്നു. സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉള്ള വീടാണ്. പക്ഷേ ഗവർണറായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ആ വീട്ടിലുള്ള സൗകര്യങ്ങളൊക്കെ ആവശ്യപ്പെട്ട് വരുന്ന ആളുകൾക്ക് കൊടുത്തുപോയി. കൊണ്ടുപോയിക്കോളൂ, വിൽപ്പന നടത്തിയിട്ട് നിങ്ങൾ എടുത്തോളൂ, കൊണ്ടുപോയിക്കോളൂ, വിൽപ്പന നടത്തിയിട്ട് നിങ്ങൾ എടുത്തോളൂ, എനിക്ക് പരിമിതമായ സുഖം മതി. ഞങ്ങളെ ഗവർണർ ഫക്കീറുമാരിൽപ്പെട്ട ആളാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരത്തെ എഴുതിയ ആളുകൾക്ക് വേറെ ഒരു പണക്കിഴിയും ഫക്കീറായി എന്നവർ പറഞ്ഞ ഗവർണർക്ക് പ്രത്യേകമായ ഒരു പണസഞ്ചിയും കൊടുത്തയച്ചു. അവര് വന്നിട്ട് പറഞ്ഞു, ഗവർണറോട് ഞങ്ങൾ മദീനയിൽ നിന്ന് വരികയാണ്, ഖലീഫയെ കണ്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നയച്ചതാണ്. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു തുറന്നു നോക്കുമ്പോൾ അതിൽ ദിർഹമും ദീനാറും അല്ല. കണ്ടപാടെ മഹാനവറുകൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉറക്ക ചൊല്ലി, വീടിന്റെ പൂമുഖത്തിരുന്നു കൊണ്ട് ചൊല്ലിയപ്പോ എന്തോ ഒരു മുസീബത്ത് പറ്റിയാലല്ലേ ഇങ്ങനെ സാധാരണ ചൊല്ലാറുള്ളത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് കേട്ടപ്പോ ഭാര്യ അടുക്കളയിൽ നിന്ന് വേഗം മുന്നോട്ട് വന്ന് ചോദിച്ചു, എന്ത് പറ്റിപ്പോയി? വല്ല മുസീബത്തും സംഭവിച്ചോ? അതെ, മുസീബത്ത് പറ്റിപ്പോയി. മുസ്ലിങ്ങളുടെ ഖലീഫ വഫാത്തായി പോയോ? അതല്ല പെണ്ണേ, അതിനേക്കാളും വലുതാണ്. അതല്ല, ഏതെങ്കിലും സമരത്തിൽ പോയിട്ട് സ്വഹാബിമാര് പരാജയപ്പെട്ടോ? അതല്ല, അതിനേക്കാളും വലുതാണ്. ഏതെങ്കിലും പ്രദേശത്ത് അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയോ? അതിനേക്കാളും വലുതാണ്. എന്താണെന്ന് നിങ്ങൾ എന്നോട് പറയൂ. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, ഞാനത് പറഞ്ഞാ നീ എന്നോട് സഹകരിക്കുമോ? നീ എന്നോട് വിയോജിക്കുമോ? അതല്ല യോജിക്കുമോ? ആ സഹോദരി പറഞ്ഞു, എത്ര ഈമാനുള്ള പെങ്ങളാണ്. ആ സഹോദരി പറഞ്ഞു, ഞാൻ നിങ്ങളോട് പൂർണ്ണമായും സഹകരിക്കാം. നമുക്ക് രണ്ടുപേർക്കും വേണ്ടി ഖലീഫ കൊടുത്തയച്ച ഒരു കിറ്റാണിത്, പണക്കിറ്റ്. ഈ പണക്കിറ്റ് നമ്മളെ നാട്ടിലെ പാവങ്ങൾക്ക് നമ്മൾ സാധാരണ കുറെ ലിസ്റ്റിൽ എഴുതി വെച്ചത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം. നീ എന്നെ സഹായിക്കുമോ? ആ മഹതിയായ പെണ്ണ് പറഞ്ഞു, ഞാൻ സഹായിക്കാം, എല്ലാവർക്കും വീതിച്ചു കൊടുക്കാം. നമുക്ക് ലഭിക്കുന്ന തുച്ഛമായ രീതിയിലുള്ള ജീവിതം മതി. അവർ ഭരണസ്ഥാനത്ത് വിഭജിക്കുന്നവരാണ്. ആ ഉമർ റളിയല്ലാഹുവിന്റെ കീഴിലുള്ള ഗവർണറായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ കാണാനും ഹിംസ് സന്ദർശിക്കാനും വേണ്ടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിംസിൽ വന്നപ്പോ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി. ഖലീഫ വന്നതല്ലേ, നമ്മുടെ നാട് ഭരിക്കുന്ന ആൾ വരുമ്പോ ഭരണാധികാരിയെ കാണാൻ എല്ലാവരും ഒരുമിച്ച് കൂടി. ആ നിലക്ക് എല്ലാവരും ഒരുമിച്ച് കൂടി. അപ്പൊ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു ജനങ്ങളോട്, ഞാൻ നിങ്ങൾക്ക് ചുമതലപ്പെടുത്തി തന്ന ഗവർണറെ പറ്റി വല്ല പരാതി ഉണ്ടോ എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, 4 പരാതി പറയാനുണ്ട്. ഒന്നല്ല, 4 പറയാനുണ്ട്. ആ സമയത്ത് സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു സ്റ്റേജിലില്ല, മഹാനവറുകൾ വീട്ടിലാണ്. ജനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഖലീഫ ചോദിച്ചതാണ്, ഗവർണറെ പറ്റി പരാതി ഉണ്ടോ? ഉണ്ട്, 4 ഉണ്ട്. എന്താ നിങ്ങളെ പരാതി ഒന്ന് പറയൂ. അവര് പറഞ്ഞു,
ഞങ്ങൾക്ക് നിങ്ങളെ ആമിലാക്കി തന്ന ഗവർണറാക്കി തന്ന ഈ ഖലീഫയില്ലേ, ഈ ഗവർണറില്ലേ, സയ്യിദ് ഇബ്നു ആമിർ തങ്ങളില്ലേ, മഹാനുഭാവൻ, ആ മാസത്തിൽ ഒരു ദിവസം പകല് നേരം ഞങ്ങളിലേക്ക് വരികയില്ല. തീരെ പകൽ സമയത്ത് ഒരിക്കൽ പോലും ഞങ്ങൾ അടുത്തേക്ക് വരൂല, മാസത്തിൽ ഒരു ദിവസം. പിന്നെ എന്താ പരാതി? രണ്ടാമത്തെ പരാതി എന്താണ്? അപ്പോൾ അവർ പറഞ്ഞു, രണ്ടാമത്തെ പരാതി സുബ്ഹാനല്ലാഹ്, പകല് സമയം, അതേ കുറച്ച് പകല് സമയം പകുതിയായതിനു ശേഷമേ എന്നും മാനവരുടെ വീട് വിട്ട് ജനങ്ങളെ പ്രശ്നങ്ങൾ കേൾക്കാൻ വരൂ. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാര സഭയിൽ വന്നിരിക്കുന്ന പതിവില്ല. പകല് സമയം കുറച്ച് കഴിയണം, ഏകദേശം ഉച്ചയോടടുക്കുന്ന നേരത്തെ വരൂ. അങ്ങനെ വന്നാ പിന്നെ വൈകുന്നേരം വരെ അവിടെ ഉണ്ടാകും. പിന്നെ എന്താണ് പരാതി പറയാനുള്ളത്? ഞങ്ങൾ ഏത് പ്രശ്നങ്ങളുമായി മഗ്‌രിബിന്റെ ശേഷം വന്ന് വീട് മുട്ടിയാലും വാതിൽ മുട്ടിയാലും ഒരിക്കലും തുറന്നു തരാറില്ല. അതേ പരാതി കേൾക്കുന്നു, പിന്നെയും ചോദിക്കുന്നു, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ആ സമയത്ത് ജനങ്ങൾ പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, ഞങ്ങളെ ഗവർണറായി നിങ്ങൾ നിശ്ചയിച്ചു തന്ന ഗവർണറില്ലേ, ആ ഗവർണർക്ക് ഇടക്കിടക്ക് ഒരു അബോധാവസ്ഥ വരാറുണ്ട്. ആ അബോധാവസ്ഥ വരുമ്പോൾ തീരെ ഞങ്ങളെ അങ്ങോട്ട് കയറാൻ അനുവദിക്കാറില്ല. അതെപ്പോഴെങ്കിലും ഒക്കെയാ വരാറുള്ളത്, എപ്പോഴുമില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 4 പരാതിയും കേട്ട് സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ ജനങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങളെ പറ്റി നാട്ടുകാർ പരാതി പറയുന്നുണ്ടല്ലോ, എന്താണ് എന്നെ പറ്റി പരാതി പറഞ്ഞത്? ആ സമയത്ത് എണ്ണി പറയുന്നു, നിങ്ങളെ പറ്റി പറഞ്ഞ ഒരു പരാതി, പകല് സമയത്ത് ഏകദേശം ഉച്ചയോടടുക്കുന്ന നേരത്തെ എല്ലാ ദിവസവും ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പുറത്തിറങ്ങാറുള്ളൂ. ആ സമയത്ത് മഹാനവർകൾ പറഞ്ഞു, ശരിയാണ്, എന്റെ വീട്ടിൽ ഒരു വേലക്കാരന് ഞാൻ വെച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടാകുമോ ഒരു ഗവർണർ നമ്മുടെ നാട്ടിൽ? എന്റെ വീട്ടിൽ വേലക്കാരനില്ല. അപ്പൊ വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി സേവനം ചെയ്തു കൊടുക്കാൻ വേണ്ടി പകലിൽ കുറച്ച് സമയം ഞാൻ വീട്ടിൽ തന്നെ താമസിക്കാറുണ്ട്. അവർക്ക് വേറെ ഖാദിമില്ല, അവർക്ക് ഖാദിമ ഞാനും, എനിക്ക് ഖാദിമ അവരും, ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഖാദിമീങ്ങളാണ്. അപ്പൊ ആ ഒത്താശ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി പകൽ കുറച്ച് സമയം അങ്ങോട്ട് ചെലവഴിക്കും. ഉമർ റളിയല്ലാഹുവിന്റെ പരാതി കേട്ടപ്പോ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. പിന്നെന്താ അടുത്ത പരാതി? മാസത്തിൽ ഒരു ദിവസം തീരെ ഞങ്ങൾ അടുത്തേക്ക് പ്രവേശനം തരാറില്ല, പകൽ സമയം തീരെ ഞങ്ങളിലേക്ക് വരാറില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, എന്താണത്? സയ്യിദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ തങ്ങളെ, എന്റെ വസ്ത്രം എനിക്ക് അലക്കാനുള്ള ദിവസമാണ്. ഞാൻ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രം എനിക്കില്ലല്ലോ. അതിനുവേണ്ടി മാസത്തിൽ ഒരു ദിവസം ഞാൻ കടമെടുക്കാറുണ്ട്, പകൽ സമയം ഞാൻ അതിന് ചെലവഴിക്കാറുണ്ട്. മൂന്നാമത്തെ പരാതി നിങ്ങളെ പറ്റി, രാത്രി നിങ്ങൾ തീരെ മുഖം കൊടുക്കാറില്ല എന്നാണല്ലോ. അപ്പോഴാണ് സഹോദരങ്ങളെ സയ്യിദ് ഇബ്നു ആമിർ തങ്ങൾ പറയുന്നത്, എന്റെ പകൽ മുഴുവനും ജനങ്ങൾക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുത്തില്ലേ ഉമർ തങ്ങളെ, രാത്രി അള്ളാഹുവിന് വേണ്ടിയാണ്. എനിക്ക് കുറച്ചു നേരമെങ്കിലും ഒന്ന് അള്ളാഹുവിനോട് ശുക്ർ പറയണ്ടേ, അള്ളാഹുവിനോട് താഴ്മയോടെ കേണപേക്ഷിക്കണ്ടേ, നന്ദിയോടെ വിനയത്തോടെ അള്ളാഹുവിനെ വണങ്ങേണ്ടതില്ലേ? അതുകൊണ്ട് രാത്രി ഞാൻ നീക്കി വെച്ചത് അള്ളാഹുവിനാണ്. എന്റെ പകൽ സമയം ഭരണകാര്യത്തിൽ ശ്രദ്ധിച്ച് ഞാൻ എങ്ങനെ ചെലവഴിച്ചല്ലോ. പകൽ എനിക്കാകെ ഫർദ് നിസ്കാരത്തിനും മുമ്പും ശേഷവുമുള്ള സുന്നത്തുമല്ലേ ലഭിക്കുന്നുള്ളൂ, പിന്നെ ഒരു ടൈമും എനിക്ക് കിട്ടുന്നില്ലല്ലോ. രാത്രി ഞാൻ അള്ളാഹുവിന് വേണ്ടി നീക്കി വെച്ചതാണ്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറാ. രാവും പകലും ഒന്നിനു പിറകെ ഒന്നായി അല്ലാഹു സംവിധാനിച്ചത് ഉല്ലസിക്കാനല്ല, ദുനിയാവ് മാത്രം സംഭരിക്കാനല്ല, സുഖിച്ച് മതിച്ച് ടൈം കളയാനല്ല. പകല് നഷ്ടപ്പെട്ട ആളുകൾക്ക് രാത്രിയും, രാത്രി നഷ്ടപ്പെട്ട ആളുകൾക്ക് പകലും ഒന്നൊന്നിനു പകരമാണ്. ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ, ഉണർന്ന് ചിന്തിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഒന്ന് മറ്റൊന്നിന് പകരമാണ്. ഔ അറാദ ശുക്കൂറാ, നന്ദി ഉദ്ദേശിക്കുന്നവർക്ക് രാത്രി നഷ്ടമായത് പകലിലും പകല് നഷ്ടമായത് രാത്രിയിലും അവർ കൂടുതൽ അല്ലാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടി പ്രയോഗിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് രാത്രി അങ്ങനെ നീക്കി വെച്ചത്.
അബോധാവസ്ഥയെ പറ്റി പറഞ്ഞപ്പോൾ നാലാമത്തെ കാരണം ബഹുമാനപ്പെട്ട സഈദ് ബിൻ ആമിർ തങ്ങൾ പറഞ്ഞു, എന്റെ മനസ്സിൽ എനിക്ക് ഇടക്കിടക്ക് എനിക്ക് ആശങ്കപ്പെടുത്തുന്ന ഒരു ദൃശ്യമുണ്ട്. ബഹുമാനപ്പെട്ട ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ മക്കയിൽ കഴുമരത്തിൽ ഏറ്റുന്ന സമയത്ത് ഞാൻ എന്റെ ഉപ്പയുടെ കൂടെ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു രംഗം എന്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്നു. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കടികട്ടിയുള്ള ഈമാൻ, ചെറിയ ഈമാനല്ല, നല്ല ഖനമുള്ള ഈമാൻ. ഹുബൈബ് റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെ ഉപ്പയെ ഞാൻ യുദ്ധത്തിൽ വധിച്ചു എന്നതുകൊണ്ട് നിങ്ങൾ എന്നെ വധിക്കും, അതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ടൈം ആകുമ്പോ ഒന്ന് പറയണം, എനിക്കൊന്ന് ഒരുങ്ങാനാണ്. ആ സമയമാകുമ്പോ ഒന്ന് പറയണം, എനിക്കൊന്ന് ഒരുങ്ങാനാണ്. അപ്പോ ഹാരിത്തിന്റെ മക്കളിൽപ്പെട്ട സൈനബ് എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിലാണ് ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ തടവിലാക്കിയത്. നാളെ പിറ്റേന്ന് നിങ്ങൾ കഴിമരത്തിൽ ഏറ്റാൻ പോകാണെന്ന് പറഞ്ഞപ്പോ ആ പെണ്ണിനോട് ഒരു ചെറിയ കത്തി തരുമെന്ന് ചോദിച്ചു. എന്തിന്? നഖം മുറിക്കണം, നീക്കേണ്ട ശരീരത്തിലെ രോമങ്ങളൊക്കെ നീക്കി വൃത്തിയാക്കണം, മീശയൊക്കെ ഒന്ന് വെട്ടി ചത്തി റെഡിയാക്കണം, അതുപോലെ തന്നെ താടിയൊക്കെ ഒന്ന് ഒപ്പിക്കണം, ശരീരത്തിൽ നിന്ന് നീക്കേണ്ടതൊക്കെ നീക്കാൻ വേണ്ടി ഒരു കത്തി തരുമെന്ന് ചോദിച്ചു. അപ്പൊ ആ പെണ്ണ് ഒരു കത്തി കൊണ്ടുപോയി കൊടുത്തു. ആ കത്തിയും പിടിച്ച് നഖമൊക്കെ മുറിച്ച് ആ കത്തിയും പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ചെറിയ ഒരു കുട്ടികൾ അങ്ങനെയാണല്ലോ, ഏതെങ്കിലും റൂം തുറന്നു കിടക്കുമ്പോൾ അങ്ങോട്ട് കയറി ചെല്ലും. കുട്ടി അങ്ങോട്ട് കയറി ചെന്നു. ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കയ്യിൽ കത്തിയ. ഈ കുട്ടിയെ കണ്ടപ്പോ വളരെ സ്നേഹത്തോടെ, ലാളിത്യത്തോടെ, നല്ല അനുകമ്പയോടെ, വാത്സല്യത്തോടെ ആ കുട്ടി എടുത്തിട്ട് മടിയിൽ വെച്ച് ഹുബൈബ് റളിയല്ലാഹു അൻഹു പുറത്തുനിന്ന് ഈ കുട്ടിയുടെ ഉമ്മയായ സൈനബ് കണ്ടിട്ട് ഇങ്ങനെ ബേജാറാക്കാൻ, പഠിച്ചവനെ ഒരു കയ്യിൽ കത്തി, മറ്റേ കയ്യിലെ പിടുത്തത്തില് കാലിന്റെ ഭാഗത്ത്, കാലിന്റെ മുകൾ ഭാഗത്ത് കുട്ടിയെ ഇരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പെണ്ണിന്റെ നെടുവീർപ്പ് ഇങ്ങനെ കണ്ടപ്പോ ഹുബൈബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ കുട്ടിയെ ഞാൻ വല്ലതും ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ കുട്ടിയെ ഞാനൊന്നും ചെയ്യൂല. ഈ കുട്ടി എന്റെ കുട്ടിയെ പോലെ ചെറിയ കുട്ടിയല്ലേ. ആ കുട്ടിയെ അങ്ങനെ തന്നെ ഒന്ന് തലോടിയിട്ട് അങ്ങനെ തന്നെ ഇറക്കി കൊടുത്തു. കുട്ടി അങ്ങനെ ഉമ്മാരെടുത്തേക്ക്. പക്ഷേ ആ പെണ്ണ് പറയുന്നു, ഈ ഹുബൈബ് റളിയല്ലാഹു അൻഹു പോലെ നല്ല ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ആ ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ കഴുമരത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയപ്പോ സഈദ് ബിൻ ആമിർ തങ്ങൾ പറയാണ്, ഇന്നും ഞാൻ ആ രംഗം ഓർക്കുമ്പോ എനിക്ക് അബോധാവസ്ഥ വരികയാണ്. ഹുബൈബ് തങ്ങളെ നിറഞ്ഞു നിൽക്കുന്ന ഈമാൻ കണ്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി. ഞാൻ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചിട്ടില്ല. ഞാനും എന്റെ ഉപ്പയും അവിടെ സാക്ഷിയായിട്ടുണ്ട്. ഹുബൈബ് തങ്ങൾ ദുആർക്കുന്ന ഒരു ദുആ കേട്ടിട്ട് എന്റെ ഉപ്പ എന്റെ കാതും എന്റെ കണ്ണും മുറുക്കി പിടിച്ച് പൊത്തി പിടിച്ചു പോയി. നമ്മൾ ആ ദുആ കേൾക്കണ്ട മോനെ, നമുക്ക് ആ ദുആ വരാൻ പാടില്ല. സഈദ് ബിൻ ആമിർ തങ്ങൾ പറയാണ്, ഒരുപാട് ആളുകൾ കഴുമരത്തിൽ അവിടെ ഏറ്റിയിട്ടുണ്ട്. പക്ഷേ ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹുവിന്റെ നിറഞ്ഞ ഈമാൻ, അല്ലാഹുവിനോടുള്ള ആത്മബന്ധം ഞാൻ മനസ്സിലാക്കിയത് അന്നാണ്. ചോദിക്കുന്നു, ഹുബൈബ് അവസാനമായിട്ട് വല്ല ആഗ്രഹവുമുണ്ടോ? ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു പറയുന്നത്, ദഊനി ഉസല്ലി റക്അതൈൻ, എന്നെ കെട്ടൊന്ന് കഴിച്ചു തരൂ, ഞാനൊരു 2 റക്അത്ത് നിസ്കരിക്കട്ടെ, അല്ലാഹുവിനോടൊന്ന് മുനാജാത്ത് നടത്തട്ടെ. അവർ കയ്യിന്റെ കെട്ടയിച്ചു കൊടുത്തപ്പോ ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് മഹാനവർകളുടെ മനസ്സിന്റെ താല്പര്യം സഈദ് ബിൻ ആമിർ തങ്ങൾ പറയുന്നു, നിസ്കാരം കഴിഞ്ഞിട്ട് തനിക്ക് ഈ കൃത്യത്തിന് നേതൃത്വം നൽകുന്നവരോട് ഹുബൈബ് തങ്ങൾ പറഞ്ഞൊരു വാക്ക് എന്നെ വല്ലാതെ അതിശയപ്പെടുത്തി പോയി. ലൗലാ അൻ തളുന്നു അന്നമാ ബി ജസഉൻ ലസിത്തു. ഹുബൈബിന് മരണപ്പേടിയുണ്ട്, ഹുബൈബിന് മരിക്കുന്നത് വല്ലാത്ത ബേജാറുണ്ട് എന്നൊരു ധാരണ നിങ്ങൾക്കില്ലായിരുന്നെങ്കിൽ ഇനിയും നിസ്കരിക്കുമായിരുന്നു. എന്റെ റബ്ബിന്റെ മുന്നിൽ നെറ്റി വെച്ചിട്ട്, എന്റെ റബ്ബിന്റെ മുന്നിൽ മുഖം വെച്ചിട്ട്, എന്റെ റബ്ബിന്റെ മുന്നിൽ കൈകാലുകൾ അമർത്തി വെച്ചിട്ട് ദിക്ർ ചൊല്ലിയിട്ട് മതിയായിട്ടില്ല. അല്ലാഹുവിനോടുള്ള അഭിവാദ്യം പറഞ്ഞിട്ട് എനിക്ക് പൂതി മാറിയിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ധാരണ വരണ്ടാന്ന് കരുതിയിട്ട് ഞാൻ എന്റെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിച്ച് സലാം വീട്ടിയതാണ്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ ഹുബൈബ് തങ്ങൾ ഒരു പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന ചൊല്ലുമ്പോഴാണ് എന്റെ വാപ്പ എന്റെ 2 കാതും പൊത്തിയിട്ട് എന്റെ കണ്ണുകൊണ്ട് കാണണ്ടാന്ന് കരുതിയിട്ട് എന്നെ തായോട്ട് അമർത്തി പിടിച്ചത്. ഇന്നും എന്റെ മനസ്സിൽ ആ രംഗം വരുമ്പോൾ എനിക്ക് അബോധാവസ്ഥ വന്നു പോകാം. വല്ലാത്തൊരു പ്രാർത്ഥനയാണ് അടുത്ത കാല് വെക്കുമ്പോൾ പ്രാർത്ഥിച്ചത്. അല്ലാഹുമ്മ അശ്രിഹിം അദദാ ഖുതുൽഹും ബിദദാ വലാ തബ്ഖ മിൻഹും അഹദാ.
അകാരണമായി എന്നെ കൊലക്കയറ്റിലേക്ക് കയറ്റുന്ന ഈ സമൂഹം, ഈ കാര്യത്തിന് നേതൃത്വം നൽകിയ ആളുകളില്ലേ, അടുത്ത വർഷം ഈ സമയമാകുമ്പോഴേക്ക് ഒരൊറ്റെണ്ണത്തിനെയും ബാക്കി വെക്കല്ല അല്ലാ. വഖ്തുൽഹും ബിദദാ, വ്യത്യസ്ത രൂപത്തിൽ നീ അവരെ തീർത്ത് കളയണേ അല്ലാ. പിറ്റത്തെ വർഷം അതേ സമയമാകുമ്പോ അതിന് നേതൃത്വം നൽകിയ ഹാരിജിന്റെ മക്കളിൽ ഒരാളും ഭൂമി ലോകത്തില്ല. ഖുബൈബ് തങ്ങളെ പ്രാർത്ഥന അല്ലാഹ് കബൂലാക്കി പോയി.